അവള് വന്യേക്കിനി തള്ളിക്കൊണ്ട് രാവിലെ അങ്ങോട്ട് വയ്ക്കുമ്പോ ഇത്തിരി ലിഫ്റ്റിക്ക് വിട്ടിട്ട് ബീബി എന്ന പേര് വന്നിട്ട് നീ പൊട്ടും തൊട്ടും നടക്കുന്നുണ്ടല്ലോ. ആൾക്കാർ ചോദിക്കുന്നു എന്തൊരു യോഗ്യതയടി, നിന്റെ ന്യൂനത ആദ്യം നിർത്തടി പെരിച്ചാഴി, എന്നിട്ട് നീ മറ്റുള്ളവരെ ഇതാക്ക്. FIR ഇട്ട് എന്നെ അങ്ങ് തൂക്കിക്കൊല്ലാൻ പോകും. പിന്നെ നിന്റെ വീട് കയറി ആക്രമിക്കാൻ, പാമ്പും കുഞ്ഞിട്ട് കിടക്കണടുത്ത് ഞാൻ വന്ന് നിന്റെ വീട് കയറി അങ്ങ് ആക്രമിക്കാൻ. നീ എന്റെ വീട്ടിന്റെ അവിടെ വന്നിട്ട് എന്തൊക്കെയാടി പറഞ്ഞത്? മലക്കരക്കടയിലെ താത്താരടുത്ത് 1 ലക്ഷം രൂപ വരും. ആട്ടോ സ്റ്റാൻഡിലുള്ള അണ്ണന്മാരടുത്ത് എന്തിനടി നീ പറഞ്ഞത്? വടിയും കുത്തി. നീ പോലീസ് സ്റ്റേഷനിൽ എന്റെ ഷാന എന്തൊക്കെയാണ് പറഞ്ഞ? റൗഡി, ഗുണ്ട. നിന്റെ മോനെ ആരടി ഉണ്ടേ മാറിയേ? നമ്മളെ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്ന. ഇപ്പോഴും തെരുവിൽ നിന്നിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്ന. 10 രൂപ ഉണ്ടാക്കണത്. അല്ലാതെ നിന്നെ പോലെ ഒരുങ്ങി ലിഫ്റ്റിക്ക് വിട്ട് കണ്ടോരാ ഇതില് നൂഡിൽസും തിന്ന് നടക്കുന്നവരല്ലടി നമ്മൾ ആരെങ്കിലും തരുമെങ്കിൽ അൽഹംദുലില്ലാ മേടിക്കും. അല്ലാതെ ആരെയും നമ്മൾ ഇരക്കാനൊന്നും പോകില്ല. മേടിക്കും, നമ്മൾ കടം മേടിക്കും, തിരിച്ചു കൊടുക്കുകയും ചെയ്യില്ല. എടി നാണം ഉണ്ടാടി നിനക്ക്? മുട്ടിന്റെ അത്രയുള്ള പാവാട ഇട്ടിട്ട് കുണുങ്ങി കുട്ടിത്താറാവിനെ പോലെ നടക്കാൻ നിന്നെ കൊണ്ടാവോ? ഒന്ന് അടുക്കളയിൽ കയറി ഒരു വെറും ചായ ഇടാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടാടി? അതിന് സമയമില്ല. കാരണം ആൾക്കാരെ വിറ്റ് തിന്നിയല്ലേ. ഒന്നീ ഒരു മസ്റൂറ ഫാത്തിമ, അല്ലെങ്കിൽ ഒരു നെജില, അല്ലെങ്കിൽ ഒരു ഷാൻ, അല്ലെങ്കിൽ ഒരു ഷാന്റെ ഉമ്മ. എടി ആ പ്രായമുള്ള മാനസികമായിട്ടൊക്കെ പ്രശ്നമുള്ള ഡിപ്രഷനൊക്കെ ഉള്ള തള്ളേനെ വിളിച്ചിട്ട് നീ ചോദിച്ചെന്തരി എത്ര കെട്ടിയെന്നാ? നിന്റെ അമ്മ എത്ര കെട്ടിയടി? അഹങ്കാരി. FIR ഇട്ട് പിന്നെ നീ ചെല്ലുമ്പോ അങ്ങ് FIR ഇടാൻ എനിക്ക് ഷാനെ അങ്ങ് തൂക്കി കൊല്ലാൻ പോവേലേ? ആദ്യമേ നിന്റെ മോ എന്തുകൊണ്ടടി കെട്ടാതിരിക്കണത്? നാട്ടുകാരെ ശാപമാണടി. വൈകി ഇട്ടിട്ടാണ് പറഞ്ഞത്. നിനക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ എന്റെ മോളെ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് 8ന്റെ പണി കിട്ടിയില്ലേടി. ഞാൻ ആ വീഡിയോ പബ്ലിക് ആക്കും. കാരണം എന്തെന്നറിയാമോ? നീ അറിയണം, നിന്നെ എന്റെ ഉമ്മ ചാനല് ഡിലീറ്റ് ചെയ്തപ്പോ നീ എന്റെ കൊച്ചിനെ വെച്ചില്ലേ ബാക്കി നീ തുടങ്ങിക്കൊടുത്തോളാണ്. ചൈൽഡ് കെയർ ആവശ്യപ്പെട്ടിട്ട് പോലും എന്റെ ഉമ്മ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല, പറഞ്ഞില്ല. രാജീവ് സാറിന്റെ ഉമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചു നോക്കിയാണ് നീ ബാക്കി 2 കൊച്ചുങ്ങളെയും കൂടെ ചൈൽഡില് നിന്റെ കൊച്ചുങ്ങളെ ആദ്യം നോക്കടി കെട്ടിച്ചു വിടാൻ. അതോ ഞാൻ ലോകം കണ്ടവരടുത്തൊക്കെ പറയാണ്, എവളാ നാട്ടുകാര് പെങ്കൊച്ചുങ്ങളെ മൊത്തം ഇവള് ഇങ്ങനെ ആക്കിയാണ്. കാരണം എവൾക്ക് എവിടെയെങ്കിലും അളിഞ്ഞു പിടിച്ച് കേറാൻ പറ്റും അവിടെ അങ്ങ്. നാലാലിന്ന് നിനക്ക് ആരുടെ ഈ പേര് വിളിക്കാൻ തന്നത്? നാലാലി നിന്റെ ഉമ്മ കേട്ടാ. കാരണം എന്താ വെച്ചാൽ നീ ഇനി അനുഭവിക്കും, നീ പുഴുത്തേ ചാവും. വേറൊന്നും കൊണ്ടല്ലേ പറയണത്. നീ ആ വയ്യാത്ത ഷാന്റെ ഉമ്മായ എന്തോ ആവട്ടെ, എങ്ങനത്തെ സ്ത്രീയോ ആവട്ടെ, നീ കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ട് വലിച്ചഴച്ച് നീ എത്ര എന്നെ ഒരുപാട് രീതിയിൽ, അതായത് എന്റെ നെക്കഡ് ഫോട്ടോസ് ഉണ്ടെന്ന് പറയുക, എന്നെയും മകനെയും ചേർത്ത് പറയുക തുടങ്ങി ചെയ്യാൻ ഇനി ഒന്നുമില്ല. പറ്റുള്ളൂ ഏതെല്ലാം ചെയ്യാമോ അത്രത്തോളം ചെയ്തു. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ, തനിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും മാരകമായിട്ട് ആക്രമിച്ചത് സോഷ്യൽ മീഡിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മാതിരി ആക്രമണമായിരുന്നു. അപ്പൊ ഞാനിത് ഫേസ് ചെയ്യും. എനിക്കിതൊരു വലിയ വിഷയമായിട്ട് എന്റെ ഉള്ളിൽ കയറാറില്ല എന്നുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ നിരന്തരം ഇങ്ങനെ അറ്റാക്ക് നേരിടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നിയമവ്യവസ്ഥയിൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അത് തന്നെയാണ് എനിക്കുമുള്ളത്. ഇത്രയധികം മോശപ്പെട്ട അവഹേളനം കേൾക്കാനും മാത്രമുള്ള ഇതൊന്നും എനിക്കില്ല. എന്തോരമാണ് പറയണത്. വിധവയായ എന്നെ 4 ഭർത്താക്കന്മാരുള്ളവരെന്നാക്കി, 4 ഭർത്താവിനെ ഞാൻ തട്ടിയെന്നാക്കി, 4 അല്ല 3 എന്ന് തോന്നുന്നു, 3 പേരെ ഞാൻ കൊന്നൂന്നാക്കി, ഞാൻ പെൻഷൻ വാങ്ങിക്കുന്നാക്കി. എനിക്ക് വൈകല്യമുണ്ട്, വൈകല്യത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ പെൻഷൻ വാങ്ങാറില്ല. അതേപോലെ തന്നെ വിധവ, ഞാൻ വിധവയൊക്കെ തന്നെ, ഞാൻ പെൻഷൻ വാങ്ങിക്കാറില്ല. കാരണം അത് എന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ഞാനായിട്ട് നശിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. ഈ ടാക്സ് പേയ്മെന്റിൽ കൂടെ തരുന്ന അലവൻസ് തന്നെയാണ് അത്. അലവൻസ് വാങ്ങിച്ച് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിലല്ല ഞാനിപ്പോൾ. എനിക്ക് ഈ ജോലി അതിനു മുമ്പ് കൊടുത്തിരുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. ഒരു ജൂൺ 14 ഓൺവാർഡ്സ് എന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ 2 ഗുണ്ടകൾ. 2 ഗുണ്ടകളുടെ കേസ് ഞാൻ അന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഞാനും മകനും കൂടെ വന്നാണ് കൊടുത്തത് പരാതി. അപ്പൊ തന്നെ പോലീസ് അധികാരി അതിനെ ഫോർവേഡ് ചെയ്തിരുന്നു. അതായത് കേസ് എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശം കൊടുത്ത സാധനത്തിന് പിന്നെ ഫോളോ അപ്പ് എന്നൊരു സംഗതിയുണ്ട്. ബൈ ദ വേ, ഞാൻ പനി പിടിച്ച് കിടപ്പായത് കൊണ്ട് തന്നെ ഫോളോ അപ്പ് നടന്നിട്ടില്ല. ഞാനിത് പറയണ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു കാണും. ആ വശത്തേക്ക് നമ്മൾ നോക്കുന്നില്ല. അത് കഴിഞ്ഞ കുറെ കാലമായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇഗ്നോർ ചെയ്തിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. 4 മാസത്തോളം എന്നെ പറഞ്ഞ് 4 മാസത്തോളം ഞാൻ മൗനമായിട്ടിരുന്നു, ഒന്നും മിണ്ടാൻ പോയില്ല. അപ്പോൾ ഉണ്ട് എളുപ്പം. വീണ്ടും ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഒരു പരാതി കൊടുത്ത പള്ളിക്ക സ്റ്റേഷനിലാണ്. പള്ളിക്ക സ്റ്റേഷൻകാർ എന്ത് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സംഗതി ഇത് കുറച്ച് സീരിയസ് ആണ്. കാരണം എന്റെ ഉമ്മ വളരെ സീരിയസ് ആയിട്ട് വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്, അത് അവളുടെ ജോലിയാണ്, അവളുടെ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനെ കളിയാക്കുക,
പിച്ചെടുത്ത് വീട് വെച്ച ഒരുത്തിക്ക് എന്റെ വീട് കണ്ടപ്പോ എവിടെയോ നൊന്തു എന്ന് പറയുന്ന കണക്ക് ഞാൻ നാട്ടുകാരെ കാണിക്കാനല്ല വീട് വെച്ചത്. എനിക്ക് മക്കൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ മക്കൾ വേറെ വീട് വെച്ചാലും ഇതിനകത്ത് കയറി കിടക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ വെച്ച ഒരു കുഞ്ഞു വീടാണത്, എന്റെ സ്വർഗം തന്നെയാണത്. ആ വീടിനെ കളിയാക്കുക, അതിനകത്തേക്ക് അതിക്രമിച്ച് കയ്യേറ്റം നടത്തുക. അതായത് ഇപ്പം ആ ലാൻഡ് എന്ന് പറയുന്നത് അതിലേക്ക് ഇറങ്ങുന്ന ആ റോഡെന്ന് പറയുന്നത് തന്നെ എന്റെ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങുന്ന റോഡാണ്. അതിനകത്തേക്ക് നിങ്ങൾക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അത് പെർമിഷൻ ഇല്ലാതെ അതിനകത്തേക്ക് കയറുക, അതെടുത്ത് പബ്ലിഷ് ചെയ്യുക. അതൊക്കെ ഏത് ക്രൈം സീനാണെന്ന് ഓർത്തോണം. മാക്സിമം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇതിന്റെ പിറകെ പോകില്ല എന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം. ഷെഫീനയുടെ വീട്ടിൽ കയറി ആഭാസത്തരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുവോ? ഈ പറയുന്ന ആരായാലും വെറുതെ ഇരിക്കുവോ? മകൾ പോയ ദുഃഖത്തിലായിരിക്കാം ഈ മാതിരിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും മകള് അവളുടെ ഇഷ്ടത്തിനാണ്, ഒരാൾ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല ആ കുട്ടിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമൊന്നും അല്ലല്ലോ. ആ കുട്ടിക്ക് എന്താണോ മനസ്സിലുള്ളത് അതാണ് അവിടെ പഞ്ചായത്തിൽ പോയി പറയുകയും ഉമ്മയുടെ കൂടെ നിൽക്കണം, ഉമ്മിച്ചമ്മയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പോയത്. അതിന് നെജിലേക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ചില സമയത്ത് വന്ന് പറയുന്ന കേൾക്കാം. എത്രയായാലും വിഷമം ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. എന്ന് കരുതിയിട്ട് ഇങ്ങനെ വയലന്റ് ആയിട്ട് ഓരോന്നൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നെജിലേക്ക് തന്നെയല്ലേ പ്രശ്നം. നീ ഗൾഫിലായിരുന്ന സമയത്ത് ഉള്ള പ്രവൃത്തിയാണ് നീ ആ വീഡിയോയിൽ പറഞ്ഞതെന്ന്. നിന്റെ കാലം കഴിഞ്ഞടി, അടങ്ങടി ഒന്ന്. നിന്റെ മോനിക്ക് പെണ്ണ് കിട്ടുമെന്ന് നോക്കടി. നാലാലി നിന്റെ ഉമ്മ കേട്ടാ. നീ ഷാന്റെ ഉമ്മാനെ പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് പറയാൻ യോഗ്യതയുണ്ട്. എന്റെ മോളെ വെച്ച് നീ കൊറേ വിറ്റ് തിന്നില്ലേ, തിന്നടി. നീ വെള്ളം നീ വിളിക്കും. ഞാൻ വയറ്റിലൊരു കുട്ടിയായിട്ടിട്ട് പറയണ, നീ എന്നെ ഇന്നലെ അല്ല ദ്രോഹിക്കാൻ തുടങ്ങിയത് കേട്ടാ. നീ അനുഭവിച്ചേ പോവുള്ളൂ, നീ അനുഭവിച്ച്. നമ്മള് കൊട്ടും തൊട്ടല്ലടി നടക്കണത്. നമ്മള് ബാക്കി കാര്യമൊന്നും കണ്ടു. നീ എന്റെ വേറെ വല്ലതും കണ്ടിട്ടുണ്ടാ? ഇല്ലല്ല. ഞാൻ ഇപ്പോഴും അവർക്ക് മറച്ച് തന്നെയാണ് നടക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് മുക്കാക്കായി ഡ്രസ്സ് ഇട്ട് തന്നെയാണ് നടക്കുന്നത്. നിന്നെ പോലെ കക്ഷം കാണാൻ ഞാൻ നിന്നെ നേരിട്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ എല്ലായിടത്തും കളിക്കുമ്പോൾ നീ ഇങ്ങോട്ട് കയറി കളിക്കാൻ നിൽക്കില്ല ചെപ്പീന. നീ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുന്തോണു കേട്ടാ. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, എന്റെ ഇക്കായ്ക്ക് ഒരു കേസ് നിനക്ക് കൊടുക്കാന്നല്ല, നീ അഴിയണ്ണി പോവും. പൊടി പെങ്കൊച്ചിനെ വെച്ചിട്ട് നീ പറഞ്ഞേക്കണത്. എടി നമ്മളൊക്കെ മക്കളെ തിരിച്ചറിയാൻ പറ്റുമോടി? നിന്റെ മോ മദ്യപിക്കുന്നില്ലേ? നിന്റെ മോ ബിയർ കുടിക്കുന്നില്ലേ? വേറെ ഒന്നും ചെയ്യുന്നില്ലേ? നിനക്കെതിരെ ആരല്ല യൂട്യൂബ്? അവർക്കൊക്കെ നീ ഒന്ന് സംസാരിച്ചു വെക്കണം. അപ്പൊ പാവങ്ങളുടെ നെഞ്ചത്ത് കയറിയ ഒരു കുഴപ്പമില്ല. നാലാലി ഇപ്പോഴും പറയണം നിന്റെ ഉമ്മ, നീ മൂന്നാലി. കാരണം എന്ന് വെച്ചാൽ അറിയാമോ, നീ അണ്ണാച്ചി മറ്റേതുണ്ട്. പിന്നെ ബാക്കിയൊന്നും ലിസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് കേട്ടാ. നീ എന്നെ വിളിച്ചില്ലേ ബേഷിയെന്നാ അതെന്നാ ഇതാ, അതൊക്കെ നിന്റെ ഉമ്മയാണ് കേട്ടാ. നിന്റെ നാട്ടിൽ വന്ന് നാവായിക്കുളത്ത് വന്നിട്ട് ഈ ചെപ്പീന തെറുത്താത്തായെ കുറിച്ചൊന്ന് ചെപ്പീന എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേ അവര് പറഞ്ഞോളൂ. നിന്നെ കുറിച്ച് ബാക്കിയും കൂടെ. റോഡിൽ ഇറങ്ങി തിരക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കോമ്പൗണ്ടിൽ എന്തേലും പാമ്പ് മുഞ്ചിട്ട് കിടക്കണടുത്ത് അവിടെ എന്തേലും കിടക്കണ്? ഒരു കക്കൂസിന് പോലും ഒരു ഡോറില്ലാത്തടം. ഇതിനാറിയെ ഇങ്ങോട്ട് വന്ന് കളിക്കാൻ നിന്ന പുട്ടിയിട്ട നിന്റെ മുഖം ഉണ്ടല്ല. ബാക്കി ഞാൻ പറയണില്ല. ഇതെന്റെ പ്രതികാരമല്ല, ഇതെന്റെ ശാപമാണ് ഈ മാരിബിന്റെ നേരത്ത്. കാരണം എന്തെന്നറിയാമോ, നീ കുറെ ആയി നമ്മളെ കുടുംബത്തിൽ കയറി കളിച്ച് വിറ്റ് തിന്നത്. കുടുംബജീവിതം നീ തൊലച്ചോളും. എനിക്ക് എന്തേലും FIR അടി. നിനക്ക് ഏത് ജില്ലയിലടി കേസില്ലാത്തത്? നാറിയെ ഓരോ പെങ്കൊച്ചുങ്ങളെ കൊച്ചിനെ. ഞാൻ എന്റെ മോളെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിന്റെ അതിൽ നിന്നല്ലേ നീ റിമൂവ് ആക്കിയോളൂ. എന്റേലുണ്ട് ആ വീഡിയോ. നീ എണ്ണും പഴിയെണ്ണും, നീ പഴിയും നീ അഴിയെണ്ണും. അങ്ങനത്തെ കാര്യമാണ് നീ പൊടി കൊച്ചിനെ വെച്ചിട്ട് ചെയ്തേക്കണം. 10 വയസ്സുള്ള മോളെ നാറി. പേഴ്സണലി അറ്റാക്ക് ചെയ്യുക, എന്റെ വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്യുക, എന്റെ കുട്ടികളെ ഉപദ്രവിക്കുക, എന്നെ ഉപദ്രവിക്കുക. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? എന്ത് വെള്ളരിക്കപ്പെട്ടണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നടക്കുന്നതിന് അളവം കാണിക്കുക, ഞാൻ നടക്കുന്ന ഗോഷ്ടി കാണിപ്പാണ് പരിപാടി. അതൊക്കെ അങ്ങ് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണോ? നിങ്ങൾക്കത് സന്തോഷം തരുന്നുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വ്യക്തിക്ക് വയ്യാതാകുമ്പോഴാണ് ആ വ്യക്തി ആ രീതിയിൽ ആകുന്നത്. നമ്മളാരും, എനിക്കിപ്പം ഒരു കാരണവശാലും ഞൊണ്ടി അടക്കണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിൽ അത് എന്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു പോർഷനാണ്. ആ സാധനത്തിന് തന്നെ എടുത്തു പറഞ്ഞ്